ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം തരും. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രഭാതത്തിൽ അച്ഛനൊരു വചനം പറയാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനം. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മൾ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം കണ്ടു, സങ്കടത്തോടെ തിരിച്ചു പോയത്. ഈശോന് ശേഷം ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറയുക, ഇത് മനുഷ്യർക്ക് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ധനവാൻ എന്ന് പറഞ്ഞാൽ കാശുള്ള വ്യക്തിയല്ല, കണ്ണ് കാശിമേ ഉടക്കിയിരിക്കുന്ന വ്യക്തി. അത് ഈശോ ഉദ്ദേശിക്കുന്ന ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്കിത് എങ്ങനെയാണ് ഇത് ആർക്കെങ്കിലുമൊക്കെ സാധിക്കുമോ? അവിടെ ദൈവം പറയുക, മനുഷ്യർക്ക് ഇത് അസാധ്യം, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യം. നീ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ലക്ഷ്യം നീ സ്വർഗത്തിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, നീ നന്മയുടെ പര്യായമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. പലരും നിന്നോട് പറയും, ഈ ലോകത്തിൽ സാധ്യമല്ല, ഇത് സാധ്യമല്ല, അത്ര സത്യസന്ധമായിട്ട് പോകാൻ സാധ്യമല്ല, അത്ര നല്ല രീതിയിൽ പോകാൻ സാധ്യമല്ല, നിനക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ. പലരും നിന്നോട് പറയും, ചിലപ്പോൾ ജീവിതാനുഭവങ്ങൾ നിന്നെ പഠിപ്പിക്കും, ഇത് സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മനുഷ്യർക്ക് സാധ്യമല്ല, പക്ഷെ ദൈവത്തിന് സാധ്യം. ദൈവത്തിന് സാധ്യമാണെങ്കിൽ പ്രിയ സഹോദര സഹോദരി നിന്ന് ചിന്തിച്ചോളണം, ദൈവത്തോട് ചേർന്ന് നിന്നാൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ആത്മീയതയെ കെട്ടിപ്പടുക്കുവാൻ ഈ ലോകത്തിൽ സാധ്യമാണ്. ഒരു വിശുദ്ധനായി തീരുവാൻ, ഒരു വിശുദ്ധിയായി തീരുവാൻ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഇത് സാധ്യമോ? ലോകം സാധ്യമല്ല എന്ന് പറയും. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമായവൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നിനക്കും അത് സാധിക്കും. അതനുഭവിക്കാൻ നിനക്ക് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്നും കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോയെ, നിനക്കെല്ലാം സാധ്യമാണല്ലോ. നിന്നോട് ചേർന്ന് നിന്ന ജീവിതത്തെ നവീകരിക്കുവാനായിട്ട്, ശക്തിപ്പെടുത്തുവാനായിട്ട്, വിശുദ്ധിയെ ജീവിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്ന ബോധ്യം ഈ വ്യക്തിക്ക് ഉണ്ടാകും. എപ്പോഴും ഹൃദയം നിന്നോട് ചേർത്ത് പിടിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം